സിനിമ കൊള്ളാൻ നന്നായിട്ടുണ്ട്. ലാലേട്ടനാണെങ്കിലും ദിലീപേട്ടനും നല്ല മാസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാൻസാർക്ക് വേണ്ടി പറ്റിയൊരു സിനിമ, ഫാൻസാർക്ക് അടിച്ചുപൊളിക്കാൻ പറ്റിയ സിനിമ. സ്റ്റോറി കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ കുറെ ആഘോഷിക്കാൻ പറ്റിയൊരു മൂവിയാണ്. ഫാൻസാർക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നന്നായിട്ട് ഓരോ സീൻസ് വരുമ്പോഴും ഭയങ്കര ബഹളമാണ്. അത് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താ എല്ലാം അടിപൊളിയാ, സൂപ്പർ. ലാലേട്ടന്റെ ഭയങ്കര മാസ് ഫൈറ്റ് ആയിരുന്നു. ഓക്കെ, രണ്ടുപേരും നന്നായി അഭിനയിച്ച് സൂപ്പറായിരുന്നു. ദിലീപേട്ടന്റെ തിരിച്ചുവരവ് തന്നെയാണ്. രണ്ടുപേരും. ലാലേട്ടൻ മാസാണ്, അടിപൊളിയാണ്, സൂപ്പർ സൂപ്പർ സൂപ്പറായിരുന്നു. അഴിഞ്ഞാട്ടം എന്ന് പറയാ, അഴിഞ്ഞാട്ടം ദിലീപേട്ടന്റെ രണ്ടാമത്തെ തിരിച്ചുവരവാണ്. ഏറ്റവും ദിലീപേട്ടൻ പൊളിച്ചടിക്കിട്ടുണ്ട്. പിന്നെ ഒന്നിനൊന്ന് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ എല്ലാവരും, ലാലേട്ടൻ എല്ലാവരും തകർത്തടിയിട്ടുണ്ട്. അഴിഞ്ഞാട്ടം സൂപ്പറാടാ, രക്ഷയില്ല, സൂപ്പറാടാ. തൂക്കി ന്യൂ ഇയർ തൂക്കി, രണ്ടും തൂക്കി. അതുകൊണ്ടാ എന്താ പറയാ, സീറ്റ് കിട്ടില്ല. ഇത്ര ഫ്രണ്ട് ഇരുന്നാ ഞാൻ കണ്ടേ. ബഹിഷ്കരിച്ച ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണാറില്ല തോന്നുന്നത്. പടം സൂപ്പറാടാ, ഒരു രക്ഷയില്ല. എന്റർടൈൻമെന്റ്, ഫുൾ എന്റർടൈൻമെന്റ്, ഒരു സെക്കൻഡ് പോരടിപ്പിക്കില്ല. രണ്ടാളുടെയും ഡാൻസ് രണ്ടാളുടെയും ഫൈറ്റ് നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട്, നല്ല സിനിമയാണ്. എല്ലാരും സൂപ്പറായിട്ടുണ്ട്. ഗംഭീരായിരുന്നു, ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മള് തുള്ളാൻ തോന്നിപ്പോകും. നമുക്ക് അത്രയ്ക്കും ഗംഭീരായിട്ടുണ്ട്. നമുക്ക് അത്രയും ഡാൻസ് ചെയ്യാൻ തോന്നും. അത്രയും പറഞ്ഞത്രയും പ്രതിഫലിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഗംഭീരായിട്ടുണ്ട്. ഇളക്കി ഉറച്ചു രണ്ടുപേരും കൂടെ ഇളക്കി ഉറച്ചു. ഗംഭീരം, പീക്ക്. ഫുൾ അടിപൊളിയായിരുന്നു. രണ്ടുപേർ എല്ലാവർക്കും നല്ല പെർഫോമൻസ് ആയിരുന്നു. ദിലീപേട്ടനും ലാലേട്ടനും വിനീത് ശ്രീനിവാസനും എല്ലാവരും അടിപൊളി. ധ്യാൻ ശ്രീനിവാസൻ